Hi friends, welcome to Smart India Creative. Hope you all are safe and doing good. ഇന്നത്തെ വീഡിയോ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ കുറിച്ചാണ്. സോ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. What is carbohydrate? Carbohydrate is any large group of organic compounds occurring in food and living tissue, including sugars, starch, and cellulose. They contain hydrogen and oxygen in the same ratio as water and typically can be broken down to release energy in the human body or animal body. എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ it is simply sugars, starches, and fibers found in our food materials. So, that's our carbohydrate, it's clear. Then moving on to metabolism. What is metabolism? Metabolism is the sum total of all the reactions occurring in our body. Or it is also known as the sum of catabolism and anabolism. So, what is catabolism and anabolism? Catabolism is the process of breaking down of complex substances to simple end products. For example, carbohydrate could be broken down to carbon dioxide. On the other hand, anabolism is the process of building up, where smaller molecules or simpler molecules are used to build large macromolecules. Clear? നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് കോംപ്ലക്സ് മോളിക്യൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ്, ലിപ്പിഡ്സ് അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് മോളിക്യൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സിംപ്ലർ ഫോംസ് ഉണ്ട്. പറയുകയാണെങ്കിൽ പ്രോട്ടീൻസിൻ്റെ സിംപ്ലർ ഫോംസ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ആണെങ്കിലോ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഒക്കെ. അതുപോലെ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ചേർന്നിട്ടാണ് ഫാറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ് ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ ബോഡിക്കകത്ത് ഇങ്ങനെ കോംപ്ലക്സ് മോളിക്യൂൾസ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് മോസ്റ്റ് ഓഫ് ദം ആർ ഇൻ കോംപ്ലക്സ് ഫോം. ഈ കോംപ്ലക്സ് ഫോമിലുള്ള ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലർ ഫോംസിൽ എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിനകത്ത് അബ്സോർബ് ചെയ്ത് സെല്ലിനെ യൂട്ടിലൈസ് ചെയ്ത് എനർജി തരാൻ പറ്റുള്ളൂ. അങ്ങനെ എനർജി തന്നാൽ മാത്രമേ ഒരു ലൈഫിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ എനർജി തരുന്ന പ്രോസസ്സിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണ് റിലീസ് ചെയ്യുന്നത്, ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സ്, കാറ്റബോളിസം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ബോഡിയിൽ ചില പ്രോസസ്സിന് എനർജി യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള പ്രോസസ്സിനെ നമ്മൾ ആനബോളിസം എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിക്കുന്ന ഷുഗേഴ്സ് ബാക്കിയുണ്ട്, നമ്മളെ ബോഡി യൂട്ടിലൈസ് ചെയ്തിട്ട് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗെറ്റ് സ്റ്റോർഡ്. നമ്മുടെ ബോഡിയിലെ ഷുഗർ സ്റ്റോറേജ് ചെയ്യുന്ന ഫോം ഏതാണ്? ഗ്ലൈക്കജൻ ഫോമിലാണ്. പ്ലാന്റ്സിലാണെങ്കിലോ സ്റ്റാർച്ച് ഫോമിലാണ് ബാക്കി വരുന്ന ഫുഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഷുഗേഴ്സ് സ്റ്റോർ ചെയ്യുന്നത്. അനിമൽസ് അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ ബോഡിയിൽ അത് ഗ്ലൈക്കജൻ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പ്രോട്ടീൻസിൻ്റെ ഒരു സെറ്റ് മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം, ഫാറ്റ്സ് ആൻഡ് ലിപ്പിഡ്സിൻ്റെ മെറ്റബോളിസം, അങ്ങനെ കോംപ്ലക്സ് കോമ്പൗണ്ട്സിൻ്റെ എല്ലാ മെറ്റബോളിസം ഐ റിപ്പീറ്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് അനാബോളിസം ആൻഡ് കാറ്റബോളിസം നമ്മുടെ ബോഡിയിൽ കണ്ടിന്യൂസ്ലി നടന്നു വരുന്നുണ്ട്. ആൻഡ് ദ തിങ് ഈസ്, ഇതെല്ലാം ഇൻറ്റർ റിലേറ്റഡ് ആണ്. അറ്റ് സം സ്റ്റേജ് ഓർ ദ അതർ, ദ കോമ്പൗണ്ട്സ് ഓഫ് പ്രോട്ടീൻ മെറ്റബോളിസം, സം കോമ്പൗണ്ട്സ് ഓഫ് ദ പ്രോട്ടീൻ മെറ്റബോളിസം ഈസ് ഓൾസോ ഇൻറ്ററാക്ടിങ് വിത്ത് the compounds of other metabolic pathways. Clear? സോ അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് മെറ്റബോളിസംസ് ഉണ്ട്. പ്രോട്ടീൻ മെറ്റബോളിസം, ദെൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ലിപ്പിഡ് മെറ്റബോളിസം, ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസം, ഫാറ്റി ആസിഡ് മെറ്റബോളിസം അങ്ങനെ പറഞ്ഞ് ഒരുപാട് മെറ്റബോളിസം ഉണ്ട്. നമ്മുടെ ഈ സെക്ഷനിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ പറ്റിയാണ്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനകത്ത് തന്നെ ഒരുപാട് പാത്വേസ് ഉണ്ട്. You all know that carbohydrates are the major source of energy for the living cells. Glucose is the central molecule in carbohydrate metabolism, and all the major pathways of carbohydrate metabolism are connected with the glucose. For listing some of the major pathways of carbohydrate metabolism include, the first one or the primary one is glycolysis, also known as Embden-Meyerhof pathway. Second one we can citric acid cycle or Krebs cycle, then gluconeogenesis, glycogenesis, glycogenolysis, hexose monophosphate
phosphate shunt or pentose phosphate pathway, uronic acid pathway, galactose metabolism, fructose metabolism. These are the major carbohydrate metabolic pathways occurring in our body. So let us look it one by one. So the first carbohydrate metabolic pathway we are dealing with is glycolysis. What is glycolysis? Glycolysis is the primary 10-step process occurring both anaerobically and aerobically respirating organisms. So in short, what is happening in glycolysis? In glycolysis, glucose gets converted to two molecules of pyruvate. നമുക്കെല്ലാം അറിയാം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൻ്റെ സെൻട്രൽ മോളിക്യൂൾ എന്ന് തന്നെ പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അതിൽ നമ്മൾ എടുക്കുന്ന ഗ്ലൂക്കോസിനെ എന്താ ചെയ്യുന്നത്? ടു മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും വിത്ത് ദ റിലീസ് ഓഫ് ടു മോളിക്യൂൾസ് ഓഫ് ATP. ഇത് ഒരു 10-സ്റ്റെപ്പ് പ്രോസസ്സാണ് ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഇൻ ഡീപ്പായിട്ട് നോക്കുന്നത്. സോ നമുക്കറിയാം there are both aerobic and anaerobic organisms. Aerobic organisms എന്ന് പറയുന്നത് they live in the presence of oxygen. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ മെറ്റബോളിസം നടത്തി അവർക്ക് ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. anaerobic organism they can live without the presence of oxygen. ഓക്സിജൻ വേണമെന്നില്ല. ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിലാണ് അവർക്ക് ജീവിക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ ഓർഗാനിസംസ് ആണ് എയറോബിക് എന്നും അനേറോബിക് എന്നും റെസ്പെക്റ്റീവ്ലി പറയുന്നത്. ഇതിനകത്ത് തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പം മൈക്രോബ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ എയറോബ്സിനകത്ത് ഫാക്കൽറ്റേറ്റീവ് എയറോബ്, ഒബ്ലിഗേറ്റ് എയറോബ്, മൈക്രോ എയറോഫിൽസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി എയറോബിക്കിലും അനേറോബിക്കിലും ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്താണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ് നമ്മുടെ സെല്ലിൻ്റെ അകത്താണ് നടക്കുന്നത്. ഇവിടെ നമ്മുടെ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് പൈറുവേറ്റ് ആക്കും. ഈ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് പൈറുവേറ്റ് ആക്കുമ്പോൾ 2 മോളിക്യൂൾ ഓഫ് ATP ആണ് നമുക്ക് റിലീസ് ചെയ്യുന്നത്. നമുക്കറിയാം എനർജി മോളിക്യൂൾ എന്ന് പറയുന്നതാണ് ATP, അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അങ്ങനെ 2 മോളിക്യൂൾ ഓഫ് ATP ആണ് ഈ പ്രോസസ്സ് വഴി നമുക്ക് കിട്ടുന്നത്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് എയറോബിക് ഓർഗാനിസത്തിനും അനേറോബിക് ഓർഗാനിസത്തിനും രണ്ടിലും നടക്കുന്ന പ്രോസസ്സാണ് ഈ പ്രോസസ്സ്. ഈ പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് ബൈ പ്രൊഡക്റ്റായിട്ട് പൈറുവേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓർഗാനിസം എയറോബിക് ആണോ അനേറോബിക് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫർദർ വരുന്ന പ്രോഡക്റ്റ് എന്താണ് എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഓർഗാനിസം എയറോബിക് ആണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ്. എയറോബിക്കിനും അനേറോബിക്കിനും കോമൺ ആണ്. പൈറുവേറ്റ് എയറോബിക്കലി ആയിട്ടുള്ള ഓർഗാനിസത്തിലാണ് ഉള്ളതെങ്കിൽ അതെന്ത് ചെയ്യും? അതിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കും. ഇനി അനേറോബിക് ഓർഗാനിസത്തിലാണെങ്കിലോ അത് 2 ടൈപ്സ്, 2 രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ അതിൽ ഫെർമെൻറ്റേഷൻ വഴി ലാക്റ്റേറ്റ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ എത്തനോൾ ആക്കി മാറ്റാം. 2 രീതിയിൽ ഓർഗാനിസത്തിന് അനേറോബിക് ഓർഗാനിസത്തിന് പൈറുവേറ്റിനെ മാറ്റാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് നമ്മളെ ബോഡിയിൽ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പൈറുവേറ്റ് പിന്നെ നമ്മുടെ ബോഡിയിൽ എന്തായിട്ട് മാറും. നമ്മുടെ ബോഡിയിൽ എന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസംസിൻ്റെ ബോഡിയിൽ എന്തായിട്ട് മാറും ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ എയറോബിക് ആണോ അനേറോബിക് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറുമെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഗ്ലൈക്കോളിസിൻ്റെ ആ 10 സ്റ്റെപ്സിനെ പറ്റിയാണ് ഇൻ ഡീറ്റെയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്? ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കും വിത്ത് ദ റിലീസ് ഓഫ് 2 മോളിക്യൂൾസ് ഓഫ് ATP. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിനകത്ത് 10 സ്റ്റെപ്പ് ഉണ്ട്. സിംപ്ലിഫൈഡ് വേർഷനാണ് ഇപ്പോൾ കാണിച്ചത്. 10 സ്റ്റെപ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായി നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഹെക്സോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കൈനേസ് എന്ന് പറഞ്ഞ എൻസൈം വരുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഫോസ്ഫോറൈൽ ട്രാൻസ്ഫർ ആണ്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. അപ്പോൾ നോക്കി, ഗ്ലൂക്കോസിൽ ഫോസ്ഫേറ്റ് ഇല്ല. കിട്ടിയ എൻ പ്രൊഡക്റ്റ് എന്താ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അതിപ്പോൾ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇങ്ങോട്ട് ആഡ് ചെയ്താണ് ചെയ്തത്. എവിടെ നിന്ന് കിട്ടിയ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്? ATP സൈഡിലുണ്ട്.
ATPയെ ADP ആക്കി കൺവേർട്ട് ചെയ്തു. എന്താണ് ATP? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിനെ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, 2 ഫോസ്ഫേറ്റ് പ്ലസ് ഒരു ഫ്രീ ഫോസ്ഫേറ്റ് മോളിക്യൂൾ വന്നു, അതിനെ ഗ്ലൂക്കോസിലേക്ക് അറ്റാച്ച് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റി വിത്ത് ദ എൻസൈം ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമറേസ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റി. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഐസോമറൈസേഷൻ ആണ്. നമുക്കറിയാം ഗ്ലൂക്കോസും ഫ്രക്ടോസും ദേ ആർ ഐസോമേഴ്സ്. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറ്റി. 1,6 ബിസ് ഫോസ്ഫേറ്റ്. അപ്പോൾ എന്താ അഡീഷൻ? ഒരു ഫോസ്ഫേറ്റും കൂടെ കയറി. അപ്പോൾ എന്തായാലും കൈനേസ് എൻസൈം ആയിരിക്കും അല്ലേ? നോക്കിയ എൻസൈമിൻ്റെ പേര് ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ്. അപ്പോൾ എന്താണ് നടക്കുന്നത്? ഫോസ്ഫോറൈൽ ട്രാൻസ്ഫർ. ATP എന്നുള്ള ഒരു ഫോസ്ഫേറ്റിനെ കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്തു. ക്ലിയർ ആയോ? ATP ADP ആയിട്ട് മാറുകയും ചെയ്തു. ഇനി ഈ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിനെ ആൽഡോലേസ് എന്ന് പറയുന്ന എൻസൈം വെച്ചിട്ട് 2 മോളിക്യൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഫസ്റ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും സെക്കൻഡ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും. ഒന്ന് നോക്കിയേ, ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എത്ര കാർബൺ മോളിക്യൂളാണ്? 6 കാർബൺ മോളിക്യൂളാണ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റോ അതും 6 കാർബൺ മോളിക്യൂളാണ്. കാരണം കാർബണിൻ്റെ എലിമിനേഷൻ ഒന്നും നടന്നിട്ടില്ല, ഫോസ്ഫേറ്റ് അഡിഷനേ നടന്നിട്ടുള്ളൂ. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റോ 6 കാർബൺ മോളിക്യൂൾ. ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റോ അതും 6 കാർബൺ മോളിക്യൂൾ. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടിയ 2 പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. അതുപോലെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. ഈ 2 കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ആർ ഇൻ്റർ കൺവേർട്ടബിൾ ഓർ ദേ ആർ ഐസോമേഴ്സ്. അതിനെ നമുക്ക് ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ് എന്ന് പറയുന്നൊരു എൻസൈം വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ റിയാക്ഷനിൽ നോക്കിയേ, ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൻ്റെ താഴോട്ടേ ബാക്കി സ്റ്റെപ്സ് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിൻ്റെ താഴോട്ട് ഇല്ല എന്നുള്ളതല്ല ഇവിടെ അർത്ഥം, അതിൻ്റെ താഴെ നടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അതിൻ്റെ താഴെ അങ്ങനെ നടക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആക്കിയിട്ട് ബാക്കി റിയാക്ഷൻ ഫോളോ അപ്പ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കാം. ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിനെ ഇനി എന്താക്കും? ഇതിനെ 1,3 ബൈ ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കി മാറ്റും. ഏതാണ് എൻസൈം? ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഹൈഡ്രജനെ നമ്മൾ ആഡ് ചെയ്യുവാണ്. ഓക്സിഡേഷൻ ആണ് ഇവിടെ നടക്കുന്ന മെയിൻ. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുകയാണ്, അതാണ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നത്. ഏതിൽ നിന്നോ ഉള്ളൊരു നമ്മൾ ഈ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ നിന്നുള്ള ഒരു ഹൈഡ്രജനെ നമ്മൾ റിമൂവ് ചെയ്ത് ഏതിലേക്ക് ആഡ് ചെയ്യുകയാണ്? നമ്മൾ NADH, ഇതേ സൈഡിലുണ്ട്, NADH ആയിട്ട് മാറും. അവിടെയാണ് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിനെ കൺവേർട്ടഡ് ടു 1,3 ബൈ ഫോസ്ഫോ ഗ്ലിസറേറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 1,3 ബൈ ഫോസ്ഫോ ഗ്ലിസറേറ്റിനെ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറ്റും. 1,3 ബൈ ഫോസ്ഫോ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ള ഒരു കോമ്പൗണ്ടിനെ എന്താക്കി മാറ്റും? 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫോസ്ഫോറൈൽ ട്രാൻസ്ഫർ നമുക്ക് നേരത്തെ പഠിച്ചതാണ്. ഫോസ്ഫോറൈൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഏത് എൻസൈമാണ്? കൈനേസ് എൻസൈമാണ്. അപ്പോൾ ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ADP ATP ആകും. നോക്കിയേ, ആദ്യത്തെ കണ്ട ATP ADP ട്രാൻസ്ഫറിൽ ATPന്ന് ഫോസ്ഫേറ്റിനെ റിലീസ് ചെയ്യുവാണ്. ഇവിടെ അങ്ങനെയല്ല, ADPയിലേക്ക് ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്ത് ATP ഫോർമേഷനാണ് നടക്കുന്നത്. ക്ലിയർ? അടുത്ത നോക്കിയേ, ഈ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റിനെ 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കി മാറ്റും. ഏതാ എൻസൈം? ഫോസ്ഫോ ഗ്ലിസറേറ്റ് മ്യൂട്ടേസ്. എന്താ ഇവിടെ നടക്കുന്നത്? പൊസിഷൻ മാറുകയാണ്. 3rd പൊസിഷനിൽ ഫോസ്ഫേറ്റ് ഇരിക്കുന്നതിനെ എന്താക്കി മാറ്റി? മ്യൂട്ടേസ് എൻസൈം വെച്ചിട്ട് 2nd പൊസിഷനിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ദിസ് 2 phosphoglycerate is converted to phosphoenol pyruvate. Phosphoenol pyruvate ഏത് എൻസൈമാണ്? ഈനോലൈസ് എന്ന് പറഞ്ഞ എൻസൈം. ഇവിടെ നടക്കുന്നത് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ്. അതായത് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ ആണ് ഇവിടെ റിലീസ് ആവുന്നത്. ഈ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കിട്ടിയ എൻ പ്രൊഡക്റ്റ് ആയ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ഈസ് അഗെയിൻ കൺവേർട്ടഡ് ടു പൈറുവേറ്റ്. അവിടെ യൂസ് ചെയ്യുന്ന എൻസൈം നോക്കിയേ, പൈറുവേറ്റ് കൈനേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫർ ഉണ്ട്. എങ്ങനെയാണ് ട്രാൻസ്ഫർ വന്നിരിക്കുന്നത്? ADPയെ ഒരു ഫോസ്ഫേറ്റും കൂടെ ആഡ് ചെയ്ത് എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ക്ലിയർ? അപ്പം നമുക്ക് ആവശ്യമുള്ള ഫൈനൽ മോളിക്യൂളായ പൈറുവേറ്റും കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഇൻ ടോട്ടൽ ദ 10 സ്റ്റെപ്പ് പ്രോസസ് കോൾഡ് ഗ്ലൈക്കോളിസിസ്. സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന 10 സ്റ്റെപ്പ് പ്രോസസ് ഉള്ള ഒരു കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിക് പാത്വേ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ
ഞാൻ തന്നേക്കുന്ന ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്തേ. ഇവിടെ ഫസ്റ്റ് റിയാക്ഷൻ, അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്ന ആ ഒരു റിയാക്ഷനിൽ ആരോ കണ്ടോ? വൺ സൈഡിലേക്ക് ആരോ ഉള്ളൂ. ദാറ്റ് മീൻസ് അത് റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ ആണ്. അതുപോലെ തേർഡ് റിയാക്ഷൻ, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആക്കുന്നത് റിവേഴ്സിബിൾ അല്ല. ഇനി നോക്കിയാൽ ലാസ്റ്റ് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ടു പൈറുവേറ്റ്, അതും റിവേഴ്സിബിൾ അല്ല, അതും ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്. സോ ഇൻ ടോട്ടൽ ഗ്ലൈക്കോളിറ്റിക് പാത്വേ ഹാസ് 3 ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ്. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെക്സോകൈനേസ്, ദെൻ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോസ്ഫോഫ്രക്ടോകൈനേസ്, ദെൻ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ടു പൈറുവേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പൈറുവേറ്റ് കൈനേസ്. ഒരുപാട് എക്സാംസിന്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എനർജറ്റിക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം എനർജി എങ്ങനെയാണ്? ആദ്യത്തെ റിയാക്ഷനിൽ, ആദ്യത്തെ സ്റ്റെപ്പിൽ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്ന റിയാക്ഷനിൽ ഒരു മോളിക്യൂൾ ഓഫ് ATPയെ യൂട്ടിലൈസ് ചെയ്യുവാണ്. ATP ബ്രേക്ക് ഡൗൺ ചെയ്യല്ലേ, അപ്പോൾ ATP യൂട്ടിലൈസ് ചെയ്യല്ലേ, ഒരു മോളിക്യൂൾ അവിടെ യൂസ് ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പ് നോക്കേ, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്, അവിടെയും ഒരു മോളിക്യൂൾ ഓഫ് ATPയെ യൂട്ടിലൈസ് ചെയ്തു. ഇനി താഴോട്ട് വന്നേ, ATP ആദ്യം നോക്കിയിട്ട് NADയിലേക്ക് പോവാവേ. താഴോട്ട് വന്നേ, അവിടെ 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് കഴിഞ്ഞിട്ട് 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോം ചെയ്തില്ലേ, അവിടെ എന്താ ചെയ്തേ? ഒരു മോളിക്യൂൾ ഓഫ് ATP ഫോം ചെയ്തു. അപ്പോൾ മുകളിലത്തെ ഫസ്റ്റും തേർഡും സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് ഓരോ മോളിക്യൂൾ വീതം, ഇൻ ടോട്ടൽ 2 മോളിക്യൂൾസ് ഓഫ് ATP നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. താഴോട്ട് വന്നപ്പോൾ എന്തായി? ഇവിടെ 2 മോളിക്യൂൾ ഓഫ് ATP ഫോം ചെയ്തു. ഒന്ന് 1,3 ബൈഫോസ്ഫോ ഗ്ലിസറേറ്റിനെ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കുന്നിടത്തും, ഒന്ന് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റിനെ പൈറുവേറ്റ് ആക്കുന്ന സ്ഥലത്തും 2 മോളിക്യൂൾസ് ഓഫ് ATP ഫോം ചെയ്തു. 2 ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി. നേരത്തെ ഞാൻ പറഞ്ഞു ഗ്ലിസറൈൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് 2 കോമ്പൗണ്ട് ഫോം ചെയ്തു. ആ 2 കോമ്പൗണ്ടിൻ്റെയും ഇതേ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ടോട്ടൽ എത്രയാണ്? താഴെ 4 ATP ആണ് നമുക്ക് ഫോം ചെയ്തത്. ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ നിന്ന് താഴോട്ട് റിയാക്ഷൻസ് ഉണ്ട്, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിൽ നിന്നും താഴോട്ട് റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിന് താഴെ 2 ATP ഫോം ചെയ്തെങ്കിൽ ഇവിടെയും 2 ATP ഫോം ചെയ്തു. ഇൻ ടോട്ടൽ ഇൻ ഗ്ലൈക്കോളിസിസ് നമുക്ക് 4 ATP ഫോർമേഷൻ ഉണ്ടായി. 4 ATP ഫോർമേഷൻ ഉണ്ടെങ്കിലും 2 നമ്മൾ നേരത്തെ യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ 4 - 2, ഇൻ ടോട്ടൽ നമുക്ക് എത്ര ATP ആണ് ഫോം ചെയ്തേക്കുന്നത്? 2 മോളിക്യൂൾസ് ഓഫ് ATP. അതാണ് ഞാൻ ഈ സ്ലൈഡ്സിൻ്റെ ഫസ്റ്റ് പറഞ്ഞത്, ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ് ഗിവിങ് 2 മോളിക്യൂൾസ് ഓഫ് ATP. എങ്ങനെയാണ് 2 മോളിക്യൂൾസ് എന്ന് മനസ്സിലായോ? ഇൻ ടോട്ടൽ നമുക്ക് ഫോർമേഷൻ നടന്നത് 4 മോളിക്യൂൾസ് ഓഫ് ATP ആണ്. പക്ഷേ ആ 4 എണ്ണത്തിൽ 2 എണ്ണം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്ലൈക്കോളിസിസിൻ്റെ തന്നെ ഇനിഷ്യൽ സ്റ്റെപ്സിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ബാലൻസ് വരുന്നത് 2 മോളിക്യൂൾസ് ഓഫ് ATP. ഇത് കൂടാതെ വാട്ടർ ഈനോലൈസ് എൻസൈം വരുന്നിടത്ത് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ, അതുപോലെ ഇപ്പുറത്തും വരും. അങ്ങനെ 2 മോളിക്യൂൾ ഓഫ് വാട്ടറും 2 മോളിക്യൂൾ ഓഫ് NADHും ഫോർമേഷൻ വരുന്നുണ്ട്. നോക്കി ഈ ടേബിൾ നോക്കി. ഈ ടേബിളിൽ ഗ്ലൈക്കോളിസിസിൻ്റെ ഓവറോൾ റിയാക്ഷൻസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തേക്കുന്നതാണ് ഗ്ലൈക്കോളിസിസിൻ്റെ ഓവറോൾ ഉള്ള ഇക്വേഷൻ. നോക്കി, ഗ്ലൂക്കോസിന് 2 മോളിക്യൂൾ ഓഫ് ഫോസ്ഫേറ്റ് 2 മോളിക്യൂൾ ഓഫ് ഫോസ്ഫേറ്റ് പ്ലസ് 2 ADP പ്ലസ് 2 NAD പ്ലസ് ഗീവ്സ് 2 പൈറുവേറ്റ്. എത്ര മോളിക്യൂൾ ഓഫ് പൈറുവേറ്റ് ആണ്? 2 മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റ് ആണ്. ഞാൻ പറഞ്ഞു ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൻ്റെ താഴോട്ടും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിൻ്റെ താഴോട്ടും രണ്ടിടത്തും റിയാക്ഷൻ നടക്കും. അങ്ങനെ 2 മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റ് ഫോം ചെയ്യും. 2 ATP 2 NADH പ്ലസ് 2 H പ്ലസ് പ്ലസ് 2 വാട്ടർ. ഇതാണ് ഇൻ ടോട്ടലുള്ള റിയാക്ഷൻ. നമുക്ക് ഇൻ ടോട്ടൽ എത്ര? 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിൽ നിന്ന് 2 മോളിക്യൂൾ ഓഫ് ATPയും 2 മോളിക്യൂൾ ഓഫ് പൈറുവേറ്റും ഇൻ ടോട്ടൽ നമുക്ക് ലഭിച്ചു. ദിസ് ഈസ് കോൾഡ് ഗ്ലൈക്കോളിറ്റിക് പാത്വേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫേറ്റ് ഓഫ് പൈറുവേറ്റ്. ഞാൻ ആദ്യം ഇതിനെപ്പറ്റി ചെറുതായിട്ട് പറഞ്ഞായിരുന്നു. എയറോബിക്കലി ആണ് റെസ്പിറേഷൻ എങ്കിൽ ഈ പൈറുവേറ്റ്, നമുക്ക് ഗ്ലൈക്കോളിസിസ് വഴി ഫോം ചെയ്ത പൈറുവേറ്റ് വേറെ 1-2 പാത്വേസ് വഴി ലാസ്റ്റ് എന്തായിട്ട് മാറും? ലാസ്റ്റ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ, അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറും. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളതിനെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അനേറോബിക്കലി ആണെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ പൈറുവേറ്റ് എന്തായിട്ട് മാറാം? ലാക്ടേറ്റ് ആയിട്ട് മാറാം. ലാക്റ്റിക് ആസിഡ്, അതാണ് ലാക്ടേറ്റ് എന്ന് വിളിക്കുന്നത്.
ഇത് മോസ്റ്റ്ലി നടക്കുന്നത് ചില ലോവർ ഓർഗാനിസംസ് മൈക്രോബ്സ് പോലത്തെ ചില ബാക്ടീരിയാസിലും നടക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഹ്യൂമൻസിലും എനറോബിക് റെസ്പിറേഷൻ്റെ സമയത്ത് നടക്കാറുണ്ട്. അതായത് മസിൽ ഫെറ്റീഗ് ഒക്കെ വരുമ്പോൾ മസിൽസിൽ അനറോബിക് റെസ്പിറേഷൻ നടന്ന് ലാക്റ്റിക് ആസിഡ് അക്യൂമുലേഷൻ ഉണ്ടാകാറുണ്ട്. ഇനി അനറോബിക് റെസ്പിറേഷൻ മോസ്റ്റ് ഓഫ് ദ മൈക്രോബ്സ് നടക്കുന്നത് എത്തനോൾ ഫോർമേഷനാണ്. എങ്ങനെ നോക്കാം? പൈറുവേറ്റ് എത്ര കാർബൺ മോളിക്യൂളായിരുന്നു? 3 കാർബൺ മോളിക്യൂൾ. ഈ 3 കാർബൺ മോളിക്യൂൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്തുകൊണ്ട് എന്താക്കി മാറും? അസെറ്റാൽഡിഹൈഡ് ആയിട്ട് മാറും. അസെറ്റാൽഡിഹൈഡ് ഇസ് എ 2 കാർബൺ മോളിക്യൂൾ. ഈ അസെറ്റാൽഡിഹൈഡ് പിന്നെ NADH-ന്ന് ഒരു H+ മാറ്റിക്കൊണ്ട് ഒരു H മാറ്റിക്കൊണ്ട് എന്തായിട്ട് മാറും? എത്തനോളായിട്ട് മാറും. ഇതാണ് മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയ അല്ലെങ്കിൽ ലോവർ ഓർഗാനിസംസിലൊക്കെ നടക്കുന്ന അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് പൈറുവേറ്റിൻ്റെ ഇൻ ടോട്ടലുള്ള ഫീറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? മെറ്റബോളിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനകത്ത് വരുന്ന ഫസ്റ്റ് പാത്വേ ഗ്ലൈക്കോളിറ്റിക് പാത്വേ ഓർ എംഡൻ-മേയർഹോഫ് പാത്വേ. എംഡൻ ആൻഡ് മേയർഹോഫ് എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റാണ് ഇത് ഡിസ്കവർ ചെയ്തത്. അതുകൊണ്ടാണ് എംഡൻ-മേയർഹോഫ് പാത്വേ എന്ന് പേര് വന്നത്. പൈറുവേറ്റ് ഫോർമേഷനാണ് ലാസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. പ്ലസ് 2 മോളിക്യൂൾസ് ഓഫ് ATP ഇൻ ടോട്ടൽ, അല്ലെങ്കിൽ നെറ്റ് ഫോർമേഷൻ ഓഫ് ATP എന്ന് പറയുന്നത് 2 മോളിക്യൂൾസ് ഓഫ് ATP ആണ്. ദെൻ പൈറുവേറ്റ് എന്തൊക്കെയായിട്ട് മാറും? എയറോബിക്കലി എന്തായിട്ട് മാറും, അനേറോബിക്കലി എന്തായിട്ട് മാറും എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എയറോബിക്കലി ഞാൻ പറഞ്ഞു ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് വഴി പൈറുവേറ്റ് ഗെറ്റ് കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഏതൊക്കെ സീരീസ് ഓഫ് സ്റ്റെപ്സ്? അതിനകത്താണ് ക്രബ് സൈക്കിളും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷനൊക്കെ വരുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് ഇതിൽ പഠിക്കും, നെക്സ്റ്റ് വീഡിയോ സെക്ഷനിൽ. ഇനി അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുവരെ താങ്ക് യു. അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പോസ്റ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.